സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കാസർഗോഡ് ഹണി ട്രാപ്പ് സംഘം പിടിയിൽ. യുവതികൾ ഉൾപ്പെടെ 7 പേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 59കാരന്റെ നഗ്നചിത്രങ്ങൾ പകർത്തി പണം തട്ടിയെടുത്ത കേസിലാണ് സംഘം അറസ്റ്റിലായത്. കവർച്ചാ കേസുകളിൽ ഉൾപ്പെടെ പ്രതികളായവരാണ് പിടിയിലായത്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ബൈജു, എങ്ങനെയാണ് യുവതി ഉൾപ്പെടെ ഈ ദമ്പതികളടങ്ങുന്ന സംഘം ഈ 59കാരിൽ നിന്നും പണം തട്ടിയത്? ടോമെ, കോഴിക്കോട് സ്വദേശിയായ ഫൈസൽ, ഇയാളുടെ ഭാര്യ റുബീന, ഇവർ രണ്ടുപേരാണ് ഇത്തരത്തിൽ ഉദുമ ബാര സ്വദേശിയെ ഇത്തരത്തിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയതായി പരാതി വന്നിരിക്കുന്നു. ഇവർക്കൊപ്പം 5 അംഗ സംഘം കൂടി ഉണ്ടായിരുന്നു. ഇതൊരു വലിയ റാക്കറ്റ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഫോൺ കോളിലൂടെയാണ് ഈ വ്യവസായിയെ ഇവർ ഈ റുബീന പരിചയപ്പെടുന്നത്. പിന്നീട് തനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്ന് മംഗളൂരുവിലേക്ക് പോവുകയും അവിടെ റൂമിൽ വെച്ച്, ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് പറയുന്നത്. പിന്നീട് പഠനക്കാടുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇത്തരത്തിൽ 4,90,000 രൂപ കൂടി വാങ്ങിയെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ തന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇവർ ഇത്തരത്തിൽ ഹണി ട്രാപ്പ് നടത്തിയത്. ഈ കാര്യം പിന്നീടും പണം ആവശ്യപ്പെട്ടോടാണ് ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പിന്നീട് വീണ്ടും ഒരു ഹണി ട്രാപ്പ്. ഇതിൽ പല കേസുകളിലും പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് പ്രത്യേകത. ഏതായാലും ഇത്തരത്തിൽ യുവതികളെ ഉപയോഗിച്ച് വലിയ തോതിൽ സംഘം ഈ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പരിപാടി സംഭവങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പരാതി വരുന്നതാകട്ടെ വളരെ ചുരുക്കം പേർ മാത്രമാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല അതിർത്തി പങ്കിടുന്ന മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യവസായികളെ ടാർഗറ്റ് ചെയ്താണ് പലപ്പോഴും ഇത്തരം കേസുകൾ നമുക്ക് ഒടുവിൽ കാണാൻ സാധിക്കുന്നത്. എന്നാലും ഇതിലും 59കാരനായ പാര സ്വദേശിയായ ഒരു വ്യവസായിയാണ്. സമാനമായ രീതിയിൽ ഇതുപോലെ ഇവരുടെ ഹണി ട്രാപ്പിൽ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസിൽ ഇവർക്ക് മറ്റേതെങ്കിലും കേസുമായി ബന്ധമില്ല. ഇതിൽ ഒരാൾ മാത്രമാണ് ബേക്കൽ, അതുപോലെ തന്നെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതി, മോഷണ കേസുകളിൽ ഉൾപ്പെടെയുള്ള പ്രതി എന്ന് പറയുന്നത്. അതിന് മുൻപ് ഈ സംഘം ഹണി ട്രാപ്പിലൂടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് മേൽപ്പറമ്പ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കേസിൽ 2ാം തവണയാണ് അത്തരത്തിലൊരു ഹണി ട്രാപ്പ് നടന്നത്. ഇവർ വിവാഹം കഴിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു കൊച്ചിയിലുള്ള ഒരു വ്യവസായിയാണ് ഇവർ ഹണി ട്രാപ്പിലൂടെ ഇത്തരത്തിൽ നിരന്തരം പണം ആവശ്യപ്പെടുകയും അവസാനം അത് ഹോസ്റ്റൽ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തു. ആ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തെയും ഈ സമാനമായ രീതിയിൽ കാസർഗോഡ് നഗരത്തിൽ ഒരു മൊബൈൽ വ്യാപാരിയെ ഇത്തരത്തിൽ ഇവർ ഹണി ട്രാപ്പിൽ പെടുത്തിയിരുന്നു. എന്തായാലും ഈ കേസുകൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് വളരെ കുറവ് കേസുകൾ മാത്രമാണ്. കാരണം നാണക്കേട് മൂലം പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണം. ഇപ്പോൾ 5 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയതിനു ശേഷം പിന്നീടും പണം ആവശ്യപ്പെട്ടതോടെ കൂടിയാണ് ഈ വ്യവസായി ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെല്ലാം കാസർഗോഡ് ജില്ലക്കാരാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൈസലും റുബീനയും ഇവർ കോഴിക്കോട് സ്വദേശികളാണ്. മറ്റൊരു സ്ത്രീ കൂടി ഇതിൽ നസ്രത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 സ്ത്രീകളും അതുപോലെ തന്നെ 5 പുരുഷന്മാരുമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇവർ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പലരും ഇത് പറയാൻ പുറത്ത് മടിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. ഇതിൽ പോലീസ് പറയുന്ന തരത്തിൽ തന്നെ ഇതിൽ പരാതി പലപ്പോഴും എത്താത്തതാണ്. എന്നാലും ഇത്തരം കേസുകൾ നിരന്തരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ ഹണി ട്രാപ്പ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ സംഘങ്ങളുടെ വലിയൊരു കേന്ദ്രം തന്നെയാണ്. നേരത്തെ കഞ്ചാവ്, ലഹരി ഉൾപ്പെടെയുള്ള കടുത്ത സംഘങ്ങളാണ് ഇതിൽ പലരും ഉണ്ടാകുന്നത്. അത്തരം സംഘങ്ങളാണ് ഈ ഒരു ഹണി ട്രാപ്പ് എന്ന ബൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ കാസർഗോഡ്
വലിയ രീതിയിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ഏർപ്പെടുന്നുണ്ട്. ബൈജു, ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഈ 59കാരൻ ഏത് സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്? കാരണം ഈ ഒരു ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു, നഗ്നചിത്രങ്ങൾ പകർത്തി, അത് ഏതെങ്കിലും രീതിയിൽ സമൂഹ മാധ്യമങ്ങളുടെ ഇവർ പ്രചരിപ്പിച്ചിരുന്നോ? ടോമെ, പ്രധാനമായും 10,000 രൂപയാണ് ആദ്യം ഇയാളിൽ നിന്നും കൈക്കലാക്കിയത്. ഒരു ലാപ്ടോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് അത് വാങ്ങിച്ച് നൽകാൻ മംഗളൂരിലേക്ക് പോയതായിരുന്നു. അവിടെ ഇവർ ഹോട്ടലിൽ പോവുകയും ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പകർത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് കാസർഗോഡ് തന്നെ പടന്നക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നും 4,90,000 രൂപ ഇവർ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇയാൾ ഇതില്ലെങ്കിൽ, പണം നൽകിയില്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ അയച്ചു നൽകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പണം തട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒടുവിൽ മേൽപ്പറമ്പ് പോലീസിൽ ഈ നിരന്തരം പണം ആവശ്യപ്പെട്ടതോടുകൂടി മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ സംഘങ്ങളെ പോലീസ് വലയിലാക്കുന്നതും ഈ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ സംഘത്തിൽ 7ഓളം പേരുണ്ടത് എന്നത് തന്നെയാണ് വലിയ ഗൗരവമായ കാര്യം. കാരണം ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ പിടിയിലായത് വളരെ ചുരുക്കം പേരായിരിക്കും. ഇത്തരത്തിൽ നിരവധി പേർ ഇത്തരത്തിൽ പലരെയും, അതായത് മൊബൈൽ ഫോൺ, മിസ് കോൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെടുകയും വലിയ അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ പൊതുവെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കൊച്ചി സ്വദേശി വ്യവസായിയെ 5 ലക്ഷത്തോളം രൂപയായിരുന്നു അന്ന് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയത്. ഒടുവിൽ സഹിക്കാനാവാതെയാണ് ഈ പോലീസിൽ പരാതിയുമായി രംഗത്ത് വന്നത്. പല കേസുകളിലും പരാതി എത്തുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ പ്രതികളെയും പോലീസിനെയും മേൽപ്പറമ്പ് പോലീസിനെയും പിടികൂടാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. എന്നാലും ഈ കേസിലെ എല്ലാ പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് വൻ ഹണി ട്രാപ്പ് സംഘം പിടിയിലായത്. യുവതിയും ദമ്പതികളും അടങ്ങുന്ന 7 അംഗ സംഘത്തെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.